warahmatullahi ta'ala wabarakatuh. Alhamdulillah, assalatu wassalamu ala ashraf rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കരുളുള്ളവരെ വേദനിപ്പിക്കുന്നതും കണ്ണീരിൽ അയറ്റുന്നതുമായ ഒരു കഥന കഥ. അതെ, ഞങ്ങളുടെ കഥയുടെ പേരാണ് വിപ്ലവത്തിലെ ഇതിഹാസം. അഹദവനിൽ ഹംദുകളോദിയും ശുക്റുകൾ ഹബയാം ഹബീബിലും സ്വലാത്തും തിരുമൊഴി ഗുണമാലെ സലാമോദി സങ്കോചം പൊങ്ങിട് ദുഃഖം ലോകരിൽ മൂകത നിത്യം ഭാഗിത കഥ ഇതാ പറയാം. ഖലീഫത്തൻ ഉമറുൽ ഫാറൂഖിന്റെ അണൈന്ത വദം ചൊല്ലി പരന്തൻ കലാമേലും അവർ കൊത്തുനസലാം. ലോകമിൽ ലോകരിൽ എന്നും ഇടുകിടെ കൈസറും വഴങ്കൊള്ളും നൂറ പൊരുൾ പൊരുൾ പെരുത്താം ഖലീഫത്തൻ പെരുമകൾ കസുറ. ലോകത്ത് രണ്ട് പ്രബല ശക്തികളായിരുന്നു റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ. ഇസ്ലാമിന്റെ മുമ്പിൽ പതറുക മാത്രമല്ല, ഐതിന്തികമായി തകർന്നതും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അവരുടെ സമ്പത്തിന്റെയും ജീവിത വിഭവങ്ങളുടെയും കുമാരങ്ങൾ അറബികളുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായി അവതരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടും ശക്തനും യോഗ്യനുമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുഃഖപൂർണമായ വഫാത്തിന്റെ കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചാലും പ്രിയരെ, പ്രതാപത്തിൽ പകിട്ടൊന്നും മണഞ്ഞതില്ല, സത്യപ്രകീകത്തിൽ വഴിയൊന്നും മറഞ്ഞതില്ല. ഖിലാഫത്തിൽ കടിഞ്ഞാണം കരം പിടിച്ച് നല്ല മരണത്തിൽ വിജയമദീനം കുതിച്ച് കുപ്പായം മാറ്റി അവർ ദൗത്യവും നോക്കി, കുപ്പായം മാറ്റി അവർ ദൗത്യവും നോക്കി. കാരുണ്യത്തിൻ കനിവിനായി ലൈലതിൽ ചുറ്റി, കാരുണ്യത്തിൻ കനിവിനായി ലൈലതിൽ ചുറ്റി. പ്രതാപത്തിൽ പകിട്ടൊന്നും മണഞ്ഞതില്ല, സത്യപ്രതീകത്തിൽ വഴിയൊന്നും മറഞ്ഞതില്ല. ഖിലാഫത്തിൻ കടിഞ്ഞാണം കരം പിടിച്ച് നല്ല ഭരണത്തിൻ വിജയമദീനം കുതിച്ച്. ഖലീഫത്തിന്റെ കടിഞ്ഞാണം കയ്യിലേന്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ജീവിത വിഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഇറങ്ങി തുടങ്ങി. റഈസുൽ അറബ്, അറബികളുടെ നേതാവെന്ന സ്ഥാനപ്പേരിലായിരുന്നു മഹാന് വിളിക്കപ്പെട്ടിരുന്നത്. ദൗത്യ സംഘം ഉമർ എവിടെ എന്ന് അന്വേഷിക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ച് അവർക്കിടയിൽ ജീവിച്ച ഉമറുൽ ഫാറൂഖ് അല്ലാതെ മറ്റാരുമാണത്? ഭരണത്തിൽ പ്രഭവങ്ങി ജനതയും സ്ഥിതി ചൊല്ലി മികവറ്റും പകരുന്നേ. എന്നും മഗതിയും അനാഥരും വിജയത്തിൽ നിദാനത്തിൽ അഭിമാനമരുളുന്നേ, എന്നും അഭിമാനമരുളുന്നേ. വിജയത്തിൽ ജയബേരി വിഹർശാമൽ മുഴങ്ങി, വിസ്മയത്തിൽ അകക്കണ്ണ ഖലീഫയിൽ പതുങ്ങി. വിജയത്തിൽ ജയബേരി വിഹർശാമൽ മുഴങ്ങി, വിസ്മയത്തിൽ അകക്കണ്ണ ഖലീഫയിൽ പതുങ്ങി. വിളക്കങ്ങളകിലവും ജനത്തിനായി കണിഞ്ഞവർ ഭരണത്തിൽ പ്രഭ പൊങ്ങി, അന്ന് ഭരണത്തിൽ പ്രഭ പൊങ്ങി. അള്ളാഹുവിന്റെ ഭരണത്തെയും സൈനിക വിജയങ്ങളെയും ഒന്നാകെ വിശകലനം ചെയ്യാൻ ഈ കൊച്ചു കഥ മതിയാവുകയില്ല. നാഗരിക സാംസ്കാരിക തലസ്ഥാനങ്ങളും പ്രവിശ്യകളും തലസ്ഥാനങ്ങളും എങ്ങനെയാണ് ഇസ്ലാമിന്റെ കൊളോണിയിൽ ഏർപ്പെട്ടത്, ഇതെല്ലാം മഹാന്റെ ഭരണകാലത്തുണ്ടായ വലിയ മാറ്റങ്ങളായിരുന്നു. എന്നാൽ ഇതെല്ലാം നേടിയെടുക്കുമ്പോഴും തന്റെ സ്വന്തം പ്രജകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യൽ പതിവായിരുന്നു. നോക്കൂ ആ ഭരണാധികാരിയുടെ യാത്രാരംഗം. മശഹൂറാം സഫറൊന്ന് ബൈത്തുൽ മുഖദ്ദസിൽ എന്നും മാതൃപ്പമുണ്ടേ, ആഹാ മങ്ങാത്ത കഥയാതുണ്ടേ. പേർഷ്യൻ റോമൻ അധിപർ വിറക്കൊണ്ട സഫറല്ലേ എന്നും പോലീവാതുണ്ടേ. മഹമായാത്ത ചരിതമുണ്ടേ, വെട്ടിത്തിളങ്ങും
തിളങ്ങുന്നു ചൂടേറ്റ് നല്ല ജമലിൻ പൂരത്തേറി ആർഭാടമില്ല വെട്ടിത്തിളങ്ങുന്ന ചൂടേറ്റ് നല്ല ജമലിൻ പൂരത്തേറി ആർഭാടമില്ല സഫറിൻ കഥ കണ്ട് നിന്നവർ ശൗക്കത്ത കഥകളും ചൊന്നല്ലോ ആഹാ കഥകളും ചൊന്നല്ലോ റോമ പേർഷ്യ സാമ്രാജ്യത്തെ വിറകൊള്ളിപ്പിച്ച ഉമർ റളിയല്ലാഹുവിന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര എന്നും ചരിത്രത്തിൽ തുല്യതയില്ലാതെ നിലനിൽക്കുന്ന ഒന്നായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ തലമുടിയില്ലാത്ത ഭാഗം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തലയിൽ തൊപ്പിയോ തലപ്പാവോ ഒന്നുമില്ല. തീർത്തും അഹങ്കാരവും ആഡംബരവും ഇല്ലാത്ത ആ യാത്രക്കാരനെ കണ്ടുകൊണ്ടേ ക്രിസ്ത്യൻ നേതാവ് ചോദിച്ചു, താങ്കളല്ലയോ അറബികളുടെ നേതാവ്? ഈ നാട്ടിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് മഹാ നാണക്കേടാണ്. അതുകൊണ്ട് താങ്കൾ ഈ ഇട്ടിരിക്കുന്ന ഈ കുർത്ത ഊരി വെച്ചുകൊണ്ട് ഞാൻ തരുന്ന ഈ പട്ടുവസ്ത്രം ധരിക്കുക. താങ്കൾ ഈ ഒട്ടകത്തിന്റെ പുറത്തു നിന്നും ഇറങ്ങിക്കൊണ്ട് ഈ കാണുന്ന കോവർ കൈയുടെ പുറത്ത് കയറി സഞ്ചരിക്കുക. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് നിന്ന് പറയുന്നുണ്ട്, എന്റെ മതം അത് ഇസ്ലാം മതമാണ്. അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ചരിത്രത്തിനായി മുന്നോട്ട് ചലിച്ചു. ഇസ്ലാമിൻ വിധിക്ക് അവർ നൽകി നമുക്കായി കലണ്ടോർന്നുരയായി അന്ന് സരണിയിൽ നബിതൻ ഹിജ്റയും പുകൾ പെറ്റൊരു ദിനമുരയായി ഒരു ദിനമുരയായി പല പിശക്കുയർന്ന കണക്കില്ലാതുലഞ്ഞ് പലരെന്ന വരവായി അപ്പോൾ പല ജനപിരിശം അറിഞ്ഞെന്ന് അവരും നിജമാക്കി കലണ്ടറും നിജമാക്കി. ഇസ്ലാമിക സമൂഹവും എന്നും നിലനിൽക്കുന്ന കാലത്തോളം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിക കലണ്ടർ എന്നുള്ളത്. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുത്തി തുടങ്ങിയത്. എന്നാൽ അതിന്റെ മുമ്പ് ആളുകൾ വ്യത്യസ്ത രീതിയിലായിരുന്നു ദിവസങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം മുതലാണ് ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തി തുടങ്ങുന്നത്. അങ്ങനെ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി സവിശേഷതകൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ധീരത എന്ന് കേട്ടാൽ വിറക്കാത്തത് ആരും ഉണ്ടായിരുന്നില്ല. നോക്കൂ ആ ധീര പോരാളിയുടെ ഹിജ്റ രംഗം. ഹിജ്റയിൽ സ്വഹബത്തും പോകുന്നേ പല വീതിയിൽ കോലമിൽ നീങ്ങുന്നേ ഔഫറ്റം പലർക്കും അതുണ്ടായേ അന്ന് ജഹ്റോടെ ഉമർ അവർ വന്നാനേ കവൻ ചുമന്നവർ വന്നാനേ പിന്നെ വലയമായി കഅബയും ഒന്നാകെ കുതിച്ചെത്തി ഖലീഫയും ചൊന്നാനേ ഇന്ന് കരുതിടെ ഹിജ്റയും പോകാനേ കരുതിടെ ഹിജ്റയും പോകാനേ. മക്ക മുശ്രിക്കുകളുടെ കൊടിയ മർദ്ദനം സഹിക്കാനാകാതെ മുഹാജിറുകൾ പോവുകയാണ്. നാടും വീടും സമ്പത്തും എല്ലാം വിട്ടൊഴിച്ചുകൊണ്ട് മുഹാജിറുകൾ പോകുകയാണ്. പത്തും പതുങ്ങിയുമുള്ള യാത്ര, ദിവസങ്ങളോളം തണ്ടിയുള്ള യാത്ര. അപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഹിജ്റക്കുള്ള പിറപ്പാട്. ഊരിപ്പിടിച്ച വാളുമായി അമ്പും വില്ലും ചുമന്നുകൊണ്ട് മക്കഅബയെ 7 തവണ തവാഫ് ചെയ്തുകൊണ്ട് മക്ക ഇബ്രാഹിമിൽ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ശത്രുക്കളുടെ പ്രമാണികളെ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സ്വന്തം മാതാവിന് മക്കളെ ഇല്ലാതെയാക്കാനും കെട്ടിയ പെണ്ണിനെ വിധവയാക്കാനും മക്കളെ ഹതീമാക്കാനും കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തായ്വാർക്ക് തായേ ഞാനുമായി കണ്ടുമുട്ടാൻ റെഡിയാവുക. എന്തൊരു ധീരത! ഒന്നാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഹിജ്റക്കുള്ള പുറപ്പാട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടെത്തുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമായി പ്രഖ്യാപിക്കുന്നത്. പല മുക്കുമൂലയിലും പരതിയവർ അവിടെ തന്നെ ഇരുന്നു പോയി. ആ ധീരതയ്ക്ക് മുമ്പിൽ ശൈത്താൻ പോലും പതറിയതായി ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉമറിന്റെ നാവിലും കൽബിലും അല്ലാഹു സത്യമാക്കിയിട്ടുണ്ട്. അസത്യമാണ് അസത്യത്തിന്റെ മുമ്പിൽ വൈമാറിയപ്പോൾ ആപത്തായി തീർന്നത്. ഭാഗ്യവിലക്കതും തൊയ്ബയിലെ ഉമർ കാമിലായി മാറിടും ദിമ്മിയില് കൂഫ ഗവർണർ വാക്കതിലും ഇത് നൽകിടെ അവർക്കുള്ള അടി
അടിമയിലും കൗശലം കരമതിൽ മികന്തവനാം അന്ന് കൈമണി ഗവർണർക്കും വന്നിടലായി അബലുലവനും വന്നിടലായി ഉമർ സഹദമിൽ കഥനങ്ങൾ കോരിടലായി ഭാഗ്യവിലെ കഥം തൊയ്ബയിലെ ഉമർ കാമിലായി മാറിടും ദിമ്മിയിലെ കൂഫ ഗവർണർ വാക്കതിലും ഇത് നൽകിടേ അവർക്കുള്ള അടിമയിലും പ്രായപൂർത്തിയാവാത്ത ദിമ്മിമാരെ സാധാരണഗതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ കൂഫ ഗവർണറുടെ ഒരു അഭ്യർത്ഥന പ്രകാരം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടിമ അബൂലുഹലിനെ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പ്രവേശനം നൽകി. അഗ്നി ആരാധകനും അതുപോലെ തന്നെ കൊത്തുപണിയിൽ ഏറ്റവും മിടുക്കനുമായിരുന്ന ആ ദിമ്മിയിൽ നിന്നും ദിവസവും 4 ദിർഹം വീതം ഉമർ റളിയല്ലാഹു അൻഹു ലഭിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഞാൻ കൂഫ ഗവർണർക്ക് നൽകുന്ന ശമ്പളത്തിൽ നിന്നും അല്പം ഇളവ് വരുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ തന്റെ കൂഫ ഗവർണർക്ക് വേണ്ടി നല്ലവണ്ണം ജോലി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരം ദുഷ്ടൻ അബൂലുഹലിന് തീരെ പിടിച്ചില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോടുള്ള കോപവുമായി ദുഷ്ടൻ അബൂലുഹൽ ഓടുകയാണ്. പ്രതികാരം മടങ്ങാത്ത മജൂസിയെന്നേ പ്രീണനാം ഹുർമോസാനിൽ അണൈந்து ചൊന്നേ ഹുർമോസാനിൽ തുമണയുന്നേ അഭിലാഷം അവനിലും അവർ മൊഴിയുന്നേ ഹിജ്റിന്റെ സ്വലാത്തിനും ഖലീഫ വന്നേ തരം പാർത്ത് കാടാരായി അവനെടുത്തേ തോര തോര കുത്തുകളാലേ കരം ചലിക്കുന്നേ ഇടം വാലം പഹായനും അതാകോടുന്നേ ഇടം വാലം പഹായനും അതാകോടുന്നേ. ഖലീഫയോടുള്ള പ്രതികാരവുമായി അബൂലുഹൽ നേരെ ചെന്നെത്തിയത് ഇറാനിലേക്കായിരുന്നു. ഇറാനി വംശകനായിരുന്ന ഹുർമൂസയുടെ അടുത്ത് ചെന്നുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള എല്ലാ പച്ചയായ ഗൂഢാലോചനകൾ ഇറാനിൽ നടക്കുകയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ വധിക്കണമെന്നുള്ള തന്ത്രങ്ങൾ ഹുർമൂസ അബൂലുഹലിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ സുബഹി നമസ്കാരത്തിന് വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയും കൊടുത്തുകൊണ്ട് ഇരുതല മൂർച്ചയുമുള്ള കത്തിയുമായി അബൂലുഹൽ അതാ പള്ളിയുടെ ഒരു സൊഫിന്റെ മൂലയിൽ ഇരിക്കുകയാണ്. അതാ ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹി നമസ്കാരത്തിനായി വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ കെട്ടുകയാണ്. അല്ലാഹു അക്ബർ. അതാ അബൂലുഹൽ ഉമർ റളിയല്ലാഹുവിന്റെ ശിരസിൽ ആഞ്ഞു കുത്തി. പൊക്കിളിന്റെ താഴെ ആഞ്ഞു കുത്തിയ ഉമർ താളം തെറ്റി വീണു. ഇടം വലം കടരായി അവനോടുന്നേ അടുക്കുന്നു സ്വഹാബത്തെ മുറിവാക്കുന്നേ ഒഴിയുന്നതിനും മുന്നിൽ പിറകെയെന്നേ അമറാല ഖലീഫയും ഷഹീദാകുന്നേ അണയുന്നു പല സ്വഹാബരിലുമന്ന് അജിരം പോൽ നിലയെന്ന് ദുഷ്ടനുമന്ന് അണയുന്നു പല സ്വഹാബരിലുമന്ന് അജിരം പോൽ നിലയെന്ന് ദുഷ്ടനുമന്ന് ആപത്തായി പല സഹചാരിലുമന്ന് സ്വഹാബത്തിൻ്റെയാൾ ഷഹീദാകുന്നേ സ്വഹാബത്തിൻ്റെയാൾ ഷഹീദാകുന്നേ. നിൽക്കവിടെ. സ്വഹാബത്ത് അക്രമിയുടെ പിന്നാലെ കുതിക്കാൻ തുടങ്ങി. അടുക്കുന്ന സ്വഹാബത്തെ എല്ലാം കത്തികൊണ്ട് കുത്തി മലർത്താൻ തുടങ്ങി. അക്രമിയുടെ കുത്തേറ്റ് 7 ആളുകൾ അവിടെ നിന്ന് തന്നെ ഷഹീദായി. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ തലയറുത്ത് വീണുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുത്തേറ്റ് ഉമർ റളിയല്ലാഹു അൻഹു 3 ദിവസം തള്ളി നീക്കി. ഹിജ്റ 23 ദുൽഹിജ്ജ 26 മഹാൻ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. തന്റെ ഭരണം അല്ലാഹുവിൽ ഒരു സുജൂദ് പോലും ചെയ്യാത്ത അടിമയുടെ കരങ്ങൾ കൊണ്ടാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട്
ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെയും അവരോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next call letter be on the stage. Judges, please note, be on the stage.